നിഹ, ദിസ് ഈസ് ആരതി ഫ്രം ഇതാര വ്ളോഗ്സ്. അപ്പം ഇന്നലെ എനിക്ക് നൈസായിട്ടൊരു പണിയൊക്കെ കിട്ടിയിട്ടിരിക്കുകയാണ് ഗൈസ്. ഇന്നലെ എൻ്റെ വ്ളോഗ് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? ഇനിയിപ്പോൾ എൻ്റെ വ്ളോഗ് ചാനലിൽ പോയി നോക്കിയാലും കാണാൻ പറ്റില്ല. കാരണം നൈസായിട്ടൊരു കോപ്പിറൈറ്റ് ഒക്കെ അടിച്ചിട്ടിരിക്കുന്ന ടൈമാണ്. ഇന്നലെ യൂട്യൂബിൽ നിന്നൊരു 7 മണിക്കാണ് ഞാൻ വ്ളോഗ് ഇടുന്നത്. 7:15 ആയപ്പോഴത്തേക്ക് എനിക്കൊരു ഇത് വന്നു, മെയിൽ വന്നു. എന്താന്ന് കാര്യം നോക്കിയപ്പം നൈസായിട്ട് ആ ഒരു വ്ളോഗ് കോപ്പിറൈറ്റ് ആയിട്ടുണ്ട്. അതൊന്നെങ്കിൽ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നീടുള്ള വ്ളോഗും എൻ്റെ ചാനലിനെയും കാര്യത്തിൽ തീരുമാനമാവും എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബ് എനിക്ക് മെയിൽ അയച്ചു. ആ സ്പോട്ടിലേ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു, ആ വ്ളോഗ് ഞാൻ ഡിലീറ്റ് ചെയ്തു. നല്ലൊരു വ്ളോഗായിരുന്നു, അത്യാവശ്യം ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്ളോഗായിരുന്നു അത്. പിന്നെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു വിഷയത്തെ പറ്റി ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ആർക്കെന്ത് തോന്നിയാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കുട്ടികളെ സംബന്ധിച്ച് ഇല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ പറയാണ്, ഓരോ പരീക്ഷയ്ക്കും ആ കുട്ടി എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കും പഠിക്കുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ആ ഡിഗ്രിയിലെ എല്ലാ എക്സാമിനും അതുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഞാൻ പഠിച്ചത്. നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് തന്നെയാണ് പഠിച്ചത്. വെളുപ്പിന് എഴുന്നേറ്റ് പഠിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് ഇച്ചിരി കഷ്ടപ്പാട് തന്നെയാണ്. ചില പിള്ളേർക്ക് അങ്ങനെ ഇരിക്കണം എന്നില്ല. എന്നെ സംബന്ധിച്ച് ഇതുവരെ പഠിച്ചു വന്നേക്കുന്നതിൽ എനിക്ക് എവിടെയും ഒരു സൗണ്ട് കേട്ടാൽ ആ സൗണ്ടിന്റെ പുറകെ ഞാൻ പോകും. എൻ്റെ മൈൻഡ് അങ്ങനെയാണ്. പക്ഷേ ചിലവർക്ക് അങ്ങനെയല്ല. ചിലവർക്ക് നല്ല സൗണ്ട് ഉള്ള സമയത്തും ഇത് പഠിക്കാൻ നല്ല ഇത് കാണും. അങ്ങനെയുള്ളപ്പോൾ പോലും ഞാൻ അതാണ് മെയിനായിട്ട് വെളുപ്പിനൊക്കെ എഴുന്നേറ്റിരുന്ന പഠിക്കുന്നത്. അപ്പം അതാകുമ്പോൾ എല്ലാവരും ഉറങ്ങുന്ന സമയം ഒരു ഡിസ്റ്റർബൻസും കാണുകയില്ല. ആ സമയത്തിരുന്ന് പഠിക്കാം എന്നൊക്കെ ആലോചിച്ചാണ് ഞാനിരുന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. ബട്ട് അതിപ്പോൾ ഒരു എൻട്രൻസ് ഇല്ലെങ്കിൽ ഒരു ഇന്ത്യ മൊത്തം അഫക്റ്റ് ചെയ്യുന്ന ഓരോ പരീക്ഷയ്ക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്താണ് ചില കുട്ടികൾക്ക്. പിന്നെ ഞാൻ പറയാം, ചില വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇത് തന്നെയാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും, ചില വിദ്യാർത്ഥികൾക്കല്ല എല്ലാ വിദ്യാർത്ഥികൾക്കും അതിൻ്റെ ഒരു എക്സാമിനെ സംബന്ധിച്ച് തന്നെ നമുക്കൊരു ടെൻഷനും ഇതും ഉള്ളൊരു കാര്യമാണ് അല്ലേ. പക്ഷെ അങ്ങനെയാണോ ഇപ്പം ഇന്ത്യയിലെ ഫുൾ വിദ്യാഭ്യാസം ഫുള്ള് നടക്കുന്നത്? അങ്ങനെയല്ലല്ലോ. ഇപ്പം അതിനെ പറ്റിയല്ലേ നമ്മുടെ എല്ലാ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ ഇറങ്ങിയിട്ടുണ്ട് സമരത്തിന്. കേന്ദ്രത്തിന്റെ ആണേലും ഇന്ത്യ മൊത്തം സമരമാണ്. ഇന്നലെ SFIയുടെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം KCUന്റെ ഉണ്ടായിരുന്നു. എല്ലാവരും വീട്ടിലേക്കാണേലും കോളേജിൽ പഠിച്ചൊരു വിദ്യാർത്ഥിനി ആയതുകൊണ്ട് എനിക്കതറിയാം. അതുപോലെ പരീക്ഷകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഓരോ വിദ്യാർത്ഥികളും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു വർഷം കുത്തിയിരുന്ന് പഠിച്ച് എൻട്രൻസ് എക്സാം എഴുതി അത് ആ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി, ഇല്ലെ ഗവൺമെന്റിന്റെ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ എൻ്റെ അനിയത്തിയെ കണ്ടുപഠിച്ചിട്ടുണ്ട്. അതുപോലെ അവൾ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട്. LLBക്ക് വേണ്ടി അവൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. പിന്നെ അതുപോലെ കഷ്ടപ്പെട്ട് ഞാനും ഒരു എൻട്രൻസ് എക്സാം പോയി എഴുതിയിട്ടുമുണ്ട്. കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു അറ്റംപ്റ്റ് എന്നുള്ള രീതിയിലാണ് പോയിരുന്ന് എഴുതിയത്. അങ്ങനെ ഒരു വിദ്യാർത്ഥിയും പോയിരുന്ന് എഴുതുകയല്ല. കാരണം എനിക്കൊരു ഫ്യൂച്ചർ ഗോളോ എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ എന്നാൽ ഇപ്പം എനിക്കൊരു ഇതുണ്ട്. ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനിപ്പം ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തിരിക്കുവാണ് താനും. ആ ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്ന ഒരു ഇതല്ല. ഇപ്പം നിങ്ങളോട് ഞാൻ വ്ളോഗിലായിട്ട് സംസാരിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ആ വ്ളോഗാണെങ്കിലും ഞാൻ ആ വ്ളോഗിൽ കൂടെ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഓരോ വിദ്യാർത്ഥികൾക്കും ഇപ്പം പല സമൂഹത്തിലുള്ളവരും പലരുടെ പല അഭിപ്രായങ്ങളാണ്. ആ പല അഭിപ്രായങ്ങൾക്കും എതിരെ നമുക്ക് എല്ലാവർക്കും കൂടി വാദിക്കാൻ പറ്റുകയില്ല അല്ലേ. വിദ്യാർത്ഥികൾ എത്രത്തോളം അത് പഠിച്ച് മുന്നേറി ആ സാധനം കിട്ടിക്കഴിഞ്ഞവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഒരു വിദ്യാർത്ഥികൾക്കല്ല വേറെ ആർക്കും ഇത് മനസ്സിലാവാൻ പറ്റുകയില്ല. അവരല്ലാതെ വന്നവരായിരിക്കും, ഇല്ല വിദ്യാഭ്യാസം ചെയ്യാതെ വന്നവരായിരിക്കും അതിനെപ്പറ്റി പറയാതെ ഇരിക്കുന്നവർ അല്ലേ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സ് ചെയ്താക്കുക. ഇതെന്നായാലും ഏറിപ്പോവായിരിക്കും മിക്കവാറും, അതെനിക്ക് നല്ല ഉറപ്പാണ്. ഏറിപ്പോവാൻ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. കാരണം ഇത് എൻ്റെ അഭിപ്രായമാണ്. ഇതിലെങ്ങനെ ഞാൻ പറഞ്ഞേക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ബൈ.